എടയൂർ പഞ്ചായത്ത് 2026-27 കാലയളവിലേക്കുള്ള വാർഷിക ബജറ്റ് പാസാക്കി. 42,27,2790 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ AK മുസ്തഫയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 43,83,05,565 രൂപ വരവും 42,27,2790 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കാർഷികം, ഭവന നിർമ്മാണം, മാലിന്യ സംസ്കരണം, സ്ത്രീ ശാക്തീകരണം, ഭിന്നശേഷിക്കാർ, കുട്ടികൾ, പ്രവാസികൾ, വയോധികർ തുടങ്ങിയവർക്കായുള്ള ഒട്ടേറെ പദ്ധതികളാണ് ബജറ്റിൽ ഉള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും അംഗൻവാടികളുടെ പുരോഗതിക്കും ഊന്നൽ നൽകുന്ന ബജറ്റിൽ പശ്ചാത്തല മേഖല വികസനത്തിന് വിപുലമായ പദ്ധതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വൃദ്ധജനങ്ങൾക്ക് വിപുലമായ സൗകര്യത്തോടു കൂടിയുള്ള പകൽ വീട്, ഒടുങ്ങാട്ടുകുളം കേന്ദ്രീകരിച്ച് ഹാപ്പിനെസ് പാർക്ക്, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്നീ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ പൗരന്റെയും ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ സംവിധാനമാണ് പ്രാദേശിക സർക്കാർ എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. പ്രാദേശിക വികസനത്തിന് അങ്ങേയറ്റം ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് 2026-27 വർഷത്തെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നെൽകൃഷി വികസനത്തിനായി ഈ ബജറ്റിൽ 27 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഈ തുക ഉൾപ്പെടെ 71,97,142 രൂപ കാർഷിക മേഖലയിൽ വകയിരുത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ഇന്ദിര അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസൻ മുളയ്ക്കൽ, മൈമൂന, ശ്രുതി എന്നിവർക്ക് പുറമെ സുനിൽ ദാസ്, ഷരീഫ്, RK സുബ്രഹ്മണ്യൻ, മൊയ്തു എടയൂർ, ജാഫർ പുതുക്കുടി, MT അസീസ്, PT സുധാകരൻ, അസീസ് കോടിയിൽ, റഷീദ് കീഴ്ശ്ശേരി, ബഷീർ മാവണ്ടിയൂർ, അബ്ദുൽ കരീം, നൌഫൽ, സെക്രട്ടറി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. HC ലതിക സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.